ഹായ് ഹലോ വെൽക്കം ഓൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവയർനെസ് ക്യാമ്പയിൻ അല്ലെ. നമ്മുടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് അവയർനെസ് ക്യാമ്പയിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തിനാണ് അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിന്, ചെറിയ ബഡ്ജറ്റിനാണെങ്കിലും കൂടുതൽ ഓഡിയൻസിലേക്ക്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, റീച്ച് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവയർനെസ്, ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റിനും നിങ്ങളുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾ അവയർനെസ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തു, അതിൽ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അല്ലെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മറ്റൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് 1, 2, 3 3 സ്റ്റെപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിന് നമ്മൾ എന്താണോ ഓക്കെ ന്യൂ അവയർനെസ് ക്യാമ്പയിൻ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ് മെൻഷൻ ചെയ്യുക. ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 10 ആഡുകളോ നിങ്ങൾ ഒരുമിച്ച് ആഡ്സ് മാനേജറിൽ റൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഏത് ക്യാമ്പയിൻ ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നെയിം പ്രോപ്പറായിട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലൊക്കേഷൻ, ഏതെങ്കിലും ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ കേരള എന്നാണെന്നുണ്ടെങ്കിൽ കേരള കൊടുക്കാം, അല്ലെങ്കിൽ കൊച്ചി ആണെങ്കിൽ കൊച്ചി കൊടുക്കാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു പേര് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് എല്ലാ ക്യാമ്പയിനിലും നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ 3 ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവും. സോ 3 ഓപ്ഷനിലും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യും. യെസ്, ഓക്കെ, അപ്പൊ ആ ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും സ്റ്റെപ്പ് 1ലേക്ക് വരിക. ഓക്കെ, സ്റ്റെപ്പ് 1ലേക്ക് വരുമ്പോൾ ബൈയിങ് ടൈപ്പ്, ഓക്കെ, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമുക്ക് അവയർനെസ് ആണ്, അത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് പോവുക. ഓക്കെ, നെക്സ്റ്റ് പോകുന്ന സമയത്ത് സെക്കൻഡ് പെർഫോമൻസ് ഗോൾ ആണ്. പെർഫോമൻസ് ഗോളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ് ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ ഉണ്ട്, മാക്സിമൈസ് ആഡ് റീകോൾ ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വീഡിയോ വ്യൂസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 15 സെക്കൻഡ് വരെയാണ് നിൽക്കുന്നതെങ്കിൽ ട്രൂ വ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം 2 സെക്കൻഡ് കണ്ടിന്യൂസ് വീഡിയോ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഏത് ഓപ്ഷൻ ആണോ അത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഒരു ഓപ്ഷൻ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നിങ്ങളുടെ പേജ് സെലക്ട് ചെയ്യുക. ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് 1, 2, 3 പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 1000 പേര് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിന്റെ പരസ്യം കാണുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു 5 രൂപയാവാൻ പാടുള്ളൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 5 രൂപയ്ക്ക് 1000 പേര് എന്നുള്ള പോലെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ 10 രൂപേന്റെ ഉള്ളിൽ എമൗണ്ട് ആവുള്ളൂ 1000 പേര് കാണുമ്പോൾ. ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് പെർ റിസൾട്ട് കോൾ. ഓക്കെ, റിസൾട്ട് കോൾ ഉദ്ദേശിക്കുന്നത് 1000 വെച്ചിട്ടാണ്, 1000 റേഷ്യോ വെച്ചിട്ടാണ്. സോ 1000 ആളുകൾ കാണുന്ന സമയത്ത് മിനിമം 5 രൂപയോ 10 രൂപയോ താഴെ ആകണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 5, 2, 10 ഒക്കെ സെറ്റ് ചെയ്യാം, 100 വരെ സെറ്റ് ചെയ്യാം. എനിവേ ചെറിയ ബിഡ് എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ചെറിയ ബഡ്ജറ്റ് കൊടുക്കുക. ഇത് പ്രോപ്പറായിട്ട് കൊടുക്കുക. അന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം എമൗണ്ട് നഷ്ടപ്പെടുന്ന ഒഴിവാക്കാം. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി ക്യാപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഡിഫോൾട്ട് ആണ്, അതായത് 1 ഇംപ്രഷൻ എവറി 7 days, അതായത് ഓരോ 7 daysന്റെ ഇതിലും ഗ്യാപ്പിലും ഒരു ഇംപ്രഷൻ. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന് തന്നെ ഒന്നിൽ കൂടുതൽ നിങ്ങളുടെ പരസ്യങ്ങൾ കാണണം, ഒരു 5 തവണ കാണണം എന്നുണ്ടെങ്കിൽ 5 എന്ന് കൊടുക്കുക. അപ്പൊ എവറി 7 days 5 ഇംപ്രഷൻ ആയിട്ട് ആ ഒരു കസ്റ്റമറിന് നമ്മുടെ ആഡ് പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഡെയിലി ബഡ്ജറ്റ് ഉണ്ട് അല്ലെ. ഡെയിലി ബഡ്ജറ്റ് എത്ര കൊടുക്കുന്നത്, 200 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ടൈം ബഡ്ജറ്റ് ഉണ്ട്. നമുക്ക് ഡെയിലി ബഡ്ജറ്റ് മാത്രമൊക്കെ നോക്കിയാൽ മതി. ഓക്കെ,
ഡെയിലി ബഡ്ജറ്റ് ഞാൻ ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് കൊടുത്തു, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2000 3000 അല്ലെങ്കിൽ 500 800 എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 27th ആണ്. എൻഡ് ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 days ആണെങ്കിൽ, അല്ലെങ്കിൽ 4 days 5 days എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 30 വരെ ആണെങ്കിൽ 30 വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന സമയത്ത് താഴേക്ക് എടുക്കുക. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാ ഓപ്ഷനും ഇപ്പം നോക്കണ്ട. കാരണം ആസ് എ ബിഗിനർ നിങ്ങൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുക. അതിനുശേഷം നിങ്ങൾ ചെയ്ത് റെഡി ആവുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഓഡിയൻസ് കൺട്രോളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഫേസ്ബുക്കിന്റെ അഡ്വർടൈസ്മെന്റ് ഏത് ഓഡിയൻസിലേക്കാണോ എത്തേണ്ടത് ആ ഓഡിയൻസിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും കസ്റ്റമർക്ക് അടുത്ത് ഈ ആഡ് പ്രോപ്പർ ആയിട്ട് എത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതല്ലാത്ത കസ്റ്റമറിലേക്ക് ആഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾ കേരളയാണ് ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ കേരള എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, കേരള കൺട്രി. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ലൊക്കേഷനിൽ ഇത് സെലക്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി കൊച്ചി മാത്രം മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി കേരള ഇന്ത്യ സിറ്റി. ഓക്കെ, അപ്പോൾ കേരള മാറിയിട്ട് ഏകദേശം കൊച്ചി 40 കിലോമീറ്ററിലേക്ക് മാറും. ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ കാലിക്കറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ കാലിക്കറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് 2 ലൊക്കേഷനും 3 ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾ മലപ്പുറം ടോട്ടലി ചെയ്യാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് റേഡിയസ് കൂട്ടി കൊടുക്കാൻ പറ്റും, 50 60 70 എന്നുള്ള രീതിയിൽ ഇതുപോലെ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ആവശ്യാനുസരണം അതും സെറ്റ് ചെയ്യാം. ഇനി അതല്ല ഓൾ ഇന്ത്യ ചെയ്യണം അല്ലെങ്കിൽ കർണാടക ചെയ്യണം തമിഴ്നാട് ചെയ്യണം ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഷോ മോർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്ന സമയത്ത് ഏജ് ആണ്, സ്റ്റാർട്ടിങ് ഏജ് കാണുന്നത്. ഞാനൊരു സ്റ്റാർട്ടിങ് ഏജ് 25 സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓൾ ലാംഗ്വേജ്. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ മാത്രം ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളം എന്ന് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ആവാൻ താല്പര്യമില്ലാത്ത കസ്റ്റമറിലേക്ക് ആഡ് വെറുതെ റൺ ചെയ്യേണ്ടതില്ല. പ്രോപ്പർ കസ്റ്റമറിലേക്ക് മാത്രം ആഡ് ചെയ്യണമെങ്കിൽ മലയാളികൾ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തമിഴ്നാടാണ് നിങ്ങളുടെ പരസ്യം റൺ ചെയ്യുന്നതെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, തമിഴ്നാട് ലൊക്കേഷൻ കൊടുക്കുക, ലാംഗ്വേജ് തമിഴ് കൊടുക്കുക. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക. കർണാടക ആണെങ്കിൽ കർണാടക ലൊക്കേഷൻ കൊടുക്കുക, അതിനുശേഷം മലയാളം കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഒരേ സമയം കേരളത്തിലും തമിഴ്നാട്ടിലും ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ആഡ് ചെയ്യരുത്, സെപ്പറേറ്റ് 2 ആഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 2 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് തമിഴ്നാട് ആഡ്, ലൊക്കേഷൻ, ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മിക്സ്ഡ് ആവില്ല. എനിവേ അത് കഴിഞ്ഞു. അടുത്തത് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് അല്ലെ. അതിലേക്ക് വരുന്ന സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് കൊടുക്കുക, യൂസ് ഒറിജിനൽ ഓഡിയൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ലൊക്കേഷൻ കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് 25 to 65 കൊടുത്ത് ഓൾ ജെൻഡേഴ്സ്. നമുക്കിപ്പോൾ ഓൾ ജെൻഡേഴ്സ്, ഓൾ എന്ന് പറയുമ്പോൾ മെൻ ആൻഡ് വുമൺ എല്ലാവർക്കും ഒരുപോലെ ആഡ് പോകും. ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ലേഡീസിന് മാത്രമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും, മെൻസിന് മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാവും. സോ അത്രയും കേസസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മെൻസിനാണെന്നുണ്ടെങ്കിൽ മെൻസ് മാത്രം ക്ലിക്ക് ചെയ്യാം, വുമൻസ് ആണെങ്കിൽ വുമൻസ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യാം. ഓക്കെ, പിന്നെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ആണ്. നമ്മുടെ കസ്റ്റമർ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ്, ഇപ്പൊ ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഇതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആക്ച്വലി ബിസിനസ് ഓണേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ബിസിനസ് ഓണർ, മാനേജർ, CEO കാറ്റഗറിയുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓണർ, ഫൗണ്ടർ, അതുപോലെ ബിസിനസ് ഓണർ, ഇത്തരം ആളുകളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓഡിയൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്യൂപ്പിൾ, ആ പ്യൂപ്പിൾ ഏത് ടൈപ്പ് ഓഫ് പ്യൂപ്പിൾ ആണോ അതിനെ സെലക്ട് ചെയ്യുക. അതായത് ഓണേഴ്സിനെയാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിസിനസ് ഓണേഴ്സിനെയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ബൊട്ടിക്കാണോ, ട്രെയിനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസൾട്ടന്റിനെയാണോ, ട്രെയിനേഴ്സിനെയാണോ, അതും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഓണേഴ്സിനെയാണോ, റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെയാണോ, ഇങ്ങനെ ബിസിനസ് കാറ്റഗറിയും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ വെൽനെസ്, ഓക്കെ, വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെൽനെസ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫീൽഡിലുള്ള ബിസിനസ് ഓണേഴ്സിലേക്ക് ഇത് കണക്ട് ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിം ട്രെയിനേഴ്സ് ആണ് അല്ലെങ്കിൽ മറ്റുള്ള ഓണേഴ്സ് ആണ്, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഓണേഴ്സിലേക്കാണോ വേണ്ടത്. അപ്പൊ കാറ്റഗറി ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക, ടൈപ്പ് ഓഫ് പേഴ്സൺ ഇൻട്രസ്റ്റും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ റിലേറ്റഡ് ഓൾറെഡി ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഓഡിയൻസിനെ എപ്പോഴും കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യമുള്ള ഓഡിയൻസിനെ അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ
മലയാള ലാംഗ്വേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ, ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒരുമിച്ച് ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, മാനുവൽ പ്ലേസ്മെന്റിൽ പോയിട്ട് ഫേസ്ബുക്ക് അൺടിക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം മാത്രം കൊടുക്കുക, ഓഡിയൻസ് നെറ്റ്വർക്ക് ഇതൊക്കെ അൺടിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് മാത്രം ആഡ് പോകും. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാത്രം മതിയുണ്ടെങ്കിൽ ഇതിൽ മാത്രം ടിക്ക് കൊടുക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ തേർഡ് സ്റ്റെപ്പാണ്. ഇതിലാണ് നമ്മളുടെ കസ്റ്റമർ എന്താണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, എന്ത് കണ്ടന്റ് ആണ് അവർക്ക് വായിക്കേണ്ടത്, എന്ത് കണ്ടന്റ് ആണ് അവരിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. സോ വീഡിയോ ആണോ, ഇമേജ് ആണോ, മലയാളമാണോ, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണോ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ഷെയർ ചെയ്യേണ്ടത് അത് കൊടുക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ പേജുകളിലാണ് അഡ്വർടൈസ്മെന്റ് പോകുന്നതെന്ന് കൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ആഡ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ആഡ് കൊടുക്കാം. ഓൾറെഡി എൻ്റെ പേജിൽ ഞാൻ കുറേ പോസ്റ്റുകളും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. സോ ആ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ആഡിന് വേണ്ടി യൂസ് ചെയ്യേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുത്താൽ മതി. ക്രിയേറ്റ് ആഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജിങ് ആപ്സ്, മെസ്സഞ്ചർ കൊടുക്കുക. അപ്പോൾ ഓക്കെ, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് കൊടുക്കുക. യെസ്, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ ക്രിയേറ്റീവ് കൊടുക്കണം അല്ലെ, ആഡ് ക്രിയേറ്റീവ്. ആഡ് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പോസ്റ്റേഴ്സോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഇമേജ് കൊടുക്കുക, ആഡ് വീഡിയോ ആണെങ്കിൽ വീഡിയോ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ ആഡ് ഇമേജ് കൊടുത്തു. ആഡ് ഇമേജ് കൊടുത്തതിന് ശേഷം ഞാനൊരു പോസ്റ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു പോസ്റ്റാണ് എനിക്ക് എൻ്റെ കസ്റ്റമറിലേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ടെക്സ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് കൊടുക്കാം, ടെക്സ്റ്റ് നമ്മുടെ കോപൈലറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ChatGPT യൂസ് ചെയ്യാം, ജെമിനി യൂസ് ചെയ്യാം, കോപൈലറ്റും അതുപോലെ തന്നെ AI ഓപ്ഷൻ തന്നെയാണ്. ഇതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. നീഡ് ഫേസ്ബുക്ക് ആഡ് കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്, ഇതാണ് നമ്മളുടെ നിഷ വരുന്നത്. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് AI തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നിങ്ങളുടെ ടൈമിനനുസരിച്ച് പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കൊടുത്തു. ഓക്കെ, ഫൈൻ. നമുക്ക് പലതും വേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം. യെസ്, നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഡീറ്റെയിൽസ് ആയി. അതിനുശേഷം നമ്മുടെ ഹെഡ്ലൈൻ നോക്കാം. ഹെഡ്ലൈൻ ചാറ്റ് വിത്ത് അസ്. ഓക്കെ, ഗ്രോ വിത്തൗട്ട് ആഡ്സ് ആൻഡ് സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ദെൻ സെൻഡ് വാട്സപ്പ് മെസ്സേജ് അല്ലെ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു വിൻഡോയിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമുക്കിതിലിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റാണ് കൊടുത്തത്. അത് കൂടാതെ ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് തന്നെ നിരവധി ഓപ്ഷൻസ് തരുന്നുണ്ട് അല്ലെ, കാണാമല്ലോ അല്ലെ. ആ ഒരു പോസ്റ്റ് SVF ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമില്ലാത്തത് കൊടുക്കണ്ട, ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഓക്കെ, അതിനുശേഷം ഡൺ കൊടുക്കാം. ഓക്കെ, ഡൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാം.
ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇതൊക്കെ കംപ്ലീറ്റ് ആണ്. ഐ മീൻ നിങ്ങളുടെ പോസ്റ്റ് ക്രിയേറ്റീവ് ഓക്കെയാണ്, ടെക്സ്റ്റ് ഓക്കെയാണ്, അതുപോലെ തന്നെ വാട്സപ്പ് ബട്ടൺ നമ്മൾ കണക്ട് ചെയ്തു അല്ലെ. വാട്സപ്പ് ബട്ടൺ കണക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കസ്റ്റമർ കാണുന്ന ആഡ്, ചാറ്റസ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് താല്പര്യമുള്ളവർ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് എൻക്വയറി ചെയ്യും. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ. മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആണോ നോക്കുക, സെക്കൻഡ് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് നോക്കുക, നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കുക. ജസ്റ്റ് ബിഡ് എമൗണ്ട് ഇനി ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യുക. ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ വേറെ എന്താണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ളത്? ഓക്കെ, ഓഡിയൻസിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഓൾ കേരള സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എല്ലാം പ്രോപ്പർ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് എന്ത് ചെയ്യും, ഫേസ്ബുക്കിൻ്റെ ഇതിലേക്ക് സബ്മിറ്റ് ആവും. പിന്നെ അതൊരു കുറച്ച് സമയം കൊണ്ട് അത് റിവ്യൂ ചെയ്ത് പ്രോസസ്സിങ്ങിലായിരിക്കും. അതിനുശേഷം അതെന്ത് ചെയ്യും, ആക്റ്റീവ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തും. ആക്റ്റീവ് ആയാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആഡ് നമ്മുടെ പബ്ലിക് ഓഡിയൻസ് കാണാം. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ പരസ്യം കണ്ടത്, ഏതൊക്കെ ആളുകൾ, എത്ര പേര് ലീഡ് സബ്മിറ്റ് ചെയ്തു, എത്ര പേര് പ്രൊഫൈൽ വിസിറ്റ് ചെയ്തു, എത്ര റീച്ച്, എത്ര ഇംപ്രഷൻ, ഇത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ആഡ്സ് മാനേജർ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കുറച്ച് മണിക്കൂറുകൾ എടുക്കും. ചിലതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം എടുക്കാൻ ചാൻസസ് ഉണ്ട്. ചാൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവയർനെസ് ക്യാമ്പയിൻ പഠിക്കുക, ചെയ്യുക, കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാമ്പയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ, ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഇതിന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.